ശിപായി ലഹള എന്ന് പറയുന്ന പിന്നീട് സിനിമയുണ്ട്, അത് ശ്രീനിവാസൻ എഴുതിയ സിനിമയാണ്, മുകേഷും ഒക്കെ ഉള്ളൊരു സിനിമ. ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ ഒരു അതെ അതെ അപ്പോൾ അങ്ങനെ ഒരു കഥ, ഇങ്ങനെ എന്തെങ്കിലും ഒരു സിനിമ എനിക്ക് വേണ്ടി എഴുതി തരാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കഥ എഴുതാൻ നേരമില്ല, നിങ്ങളുടെ കയ്യിൽ കഥയുണ്ടെങ്കിൽ ഞാനൊരു തിരക്കഥ നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കഥ പറയുന്നത്. അതായത് വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ, ചെറുപ്പക്കാരൻ, അയാൾ പിയൂണായിട്ട് ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം വിനയൻ്റെ ബന്ധത്തിലും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്നു, ശ്രീനിവാസൻ അത് കേട്ട ഉടനെ പറയുന്നു ഇതിൽ സാധനമുണ്ട്, നമുക്കത് റെഡിയാക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ആ സിനിമ മുകേഷും ശ്രീനിവാസനും വന്നതല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്, ആ സിനിമയിലേക്ക് അന്ന് വരെ അത്യാവശ്യം വില്ലത്തരമൊക്കെ നടന്ന സീരിയസ് റോളൊക്കെ പിടിച്ച് ചെയ്ത വിജയരാഘവനെ പിടിച്ചൊരു പഞ്ചാര കഥാപാത്രമാക്കി മാറ്റുന്നൊരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ഈ നോക്കൂ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അയാളത് ചെയ്യും എന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് കൊടുക്കുന്നത്. വിജയരാഘവനെ അവിടെ കമ്പനി മുതലാളിയാക്കി മാറ്റിയിട്ട് ഒരു പഞ്ചാരക്കുട്ടപ്പനാക്കി മാറ്റുകയാണ്. ഭംഗിയായിട്ട് വിജയരാഘവൻ അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് പറയുന്നത്, മുൻധാരണകളൊക്കെ മാറ്റുകയാണെന്ന് ഇവർ വന്നിട്ട്. അത് വളരെ ഭംഗിയായിട്ടത് അത് എക്സിക്യൂട്ട് ചെയ്തു. അത് നല്ലൊരു സിനിമയായിട്ട് നമുക്ക് കാണാനും കഴിഞ്ഞു. വിനയൻ്റെ ഒക്കെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് ശിപായി ലഹള എന്ന് പറയുന്നത്.